ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. സാധാരണ 2-3 ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴ ഉണ്ടെങ്കിൽ കൂടി ഇന്ന് കുറച്ച് കൂടുതൽ മഴയുണ്ട്. മൊത്തത്തിൽ ഇരുടായിട്ട് കിടക്കുന്നുണ്ട്, മഴക്കാറും മഴയൊക്കെ ആയിട്ട്. അങ്ങനെ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് ചായയുടെ പരിപാടിയൊക്കെ നോക്കിയിട്ടോ. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഗ്രീൻ പീസിൻ്റെ കറിയാണ്. ഗ്രീൻ പീസിൻ്റെ കറിയാണെങ്കിലും ചെറുപയറിൻ്റെ കറിയാണെങ്കിലും നമ്മൾ അതിൽ ലാസ്റ്റ് വറവിൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇടുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെളുത്തുള്ളി വറവിലിടുമ്പം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇവിടെ കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ദോശയും കൂടെ ഉണ്ടാക്കി. നിക്കു പുട്ട് കഴിക്കുമെങ്കിൽ കൂടെ അവന് പുട്ടിനെക്കാട്ടും കുറച്ചുകൂടെ ഇഷ്ടം ദോശ തന്നെയാണ്. കാണുമ്പോൾ ഇപ്പം നേരം വെളുത്ത് വരുന്നത് പോലെ ഉണ്ടെങ്കിലും സമയം ഇപ്പോൾ ശരിക്കും 8 മണി കഴിഞ്ഞിട്ടോ. നല്ല മഴയാണ്, അതുകൊണ്ടാണ് മൊത്തത്തിൽ ഇങ്ങനെ ഇരുണ്ട് കിടക്കുന്നത്. മഴ കാരണം നിക്കുനെ എങ്ങനെ അംഗനവാടിയിൽ വിടുന്ന ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു ടീച്ചറെ മെസ്സേജ് വന്ന് ഇന്ന് ലീവാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ വിളിച്ചുണർത്താനും പോയില്ല. രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കും, പിന്നെ ആ അടുപ്പിൽ തന്നെ ചോറ് വെക്കാറാണ് പതിവ്. രാവിലെ ചായക്കൂട്ടലിൻ്റെ കറിക്ക് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഉച്ചക്കത്തേക്കും കൂടെ കണക്കാക്കിയിട്ട് കൂടുതൽ തേങ്ങ അരച്ച് വെക്കും. അല്ലെങ്കിൽ അഥവാ കരണ്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ ചോറും കറിയും ഒക്കെ തന്നെ നമ്മളിന്ന് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നേ. കറിക്ക് ഉച്ചക്കത്തെ കറിക്ക് നമ്മൾ മുരിങ്ങാക്കായും തക്കാളിയും കൂടെ ഉള്ള കറിയാണ് വെച്ചത്. എനിക്കാണെങ്കിൽ ഈ ഒരു കറി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു ഉള്ളി ചമ്മന്തി കൂടി അരച്ചു. ചമ്മന്തി ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ തന്നെ പണിയൊക്കെ ഒതുക്കിയതിന് പിന്നിൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ 1-2 സ്ഥലത്ത് പോകേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് വേഗം പണിയൊക്കെ തീർത്തു. 10 മണിക്കുള്ളിൽ തന്നെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞ് പിന്നെ ഞാൻ നിൽക്കൂന്ന് ഉണർത്തി കേട്ടോ. ഇങ്ങോട്ട് ഇടീക്ക്. ഇന്ന് അംഗനവാടി ഉണ്ടോ? അംഗനവാടി പോന്നോ? ഇല്ല, ഇന്ന് അംഗനവാടി ലീവാ. എന്താ ലീവ്? മഴ ആയതുകൊണ്ടാ? ഞാൻ എങ്ങനെ അറിഞ്ഞു മഴ പെയ്യുന്നുണ്ട്? നീ ഇത്ര നേരം ഉറങ്ങിയല്ലേ? എന്തോ ഫോട്ടോ എടുത്തോല്? നീ പല്ല് തേക്കുന്നില്ലേ? പല്ല് തേക്കുന്നില്ലേ? ഫോട്ടോ എടുക്കുന്നില്ല, നീ പല്ല് തേക്ക് ആദ്യം. അങ്ങനെ നിക്കുൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് അവന് ഞാൻ ചായ കൊടുത്തിട്ടോ. ഞാൻ നേരത്തെ അവന് ദോശ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ദോശയും പട്ടാണിക്കറിയാണ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടേബിളിലിരുന്ന് കഴിക്കാൻ കൂട്ടാക്കിയില്ല, അങ്ങനെ സോഫയിലിരുന്ന് കഴിച്ചിട്ടാ. അംഗൻവാടി ലീവ് ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആൾ TV-ൻ്റെ മുന്നിലാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് അതിനുശേഷം ഞാൻ നിക്കൂസിനെ കുളിപ്പിക്കാനായിട്ട് നോക്കിയിട്ടാണ്. അവനാണെങ്കിൽ തണുപ്പായിട്ടുകൊണ്ടായിരിക്കും കുളിക്കാനായിട്ട് നല്ല മടി കാണിച്ചത്. പിന്നെ ഞാൻ ആ തണുപ്പൊക്കെ മാറ്റാനായിട്ട് വെള്ളത്തിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ മിക്സ് ചെയ്തു. അങ്ങനെ അവനെ കുളിപ്പിച്ചു. ഇന്നാണെങ്കിൽ വേടമ്പാട്ട് പാടുന്ന ആൾ വീട്ടിൽ വന്നിരുന്നത്. വേടമ്പാട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ വേടമ്പാട്ട് നേരിട്ട് കാണുന്നത്. വടക്കൻ കേരളത്തിൽ കർക്കിടക മാസത്തിൽ ആചരിക്കുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ആചാരമാണ് ഈ ഒരു വേടമ്പാട്ടെന്ന് പറയുന്നത്. ഇത് വണ്ണാർ സമുദായത്തിലെയും മലയർ സമുദായത്തിലെ ആളുകളാണ് അനുഷ്ഠിക്കുന്നത്. ഇവർ വീടുകൾ തോറും ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വേടമ്പാട്ട് പാടുകയാണ് ചെയ്യുന്നത്. പണ്ടുകാലം മുതൽ കർക്കിടകത്തിനെ ഒരു പഞ്ഞമാസമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്ന ദുരിതങ്ങളും മഹാമാരികളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വേടമ്പാട്ട് പാടുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. വേടമ്പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നാഴിയിൽ അരിയൊക്കെ നിറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. മഹാശിവനെ സ്തുതിച്ചുകൊണ്ടാണ് വേടമ്പാട്ട് ചെയ്യുന്നത്. നേരത്തെ മഴ നന്നായിട്ട് തോർന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതാ വീണ്ടും ശക്തിയായിട്ട് പെയ്യാനായിട്ട് തുടങ്ങിയിട്ടാ. അപ്പം ഞാനിന്ന് പയ്യോളി പോകാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. തൽക്കാലം എനിക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. മഴ തോർന്ന് കരുതി വെയിറ്റ് ചെയ്ത് അവസാനം രക്ഷയില്ലെന്ന് തോന്നിയപ്പോൾ വിവേകയുടെ റെയിൻകോട്ടൊക്കെ ഇട്ട് വർക്കിന് പോയിട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് എണ്ണയൊക്കെ വാരി തേച്ചിട്ട് മുടിയൊക്കെ ഒരുമാതിരി പറ്റി കിടക്കുന്നുണ്ട്. എനിക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പം ഞാനിവിടെ നമ്മുടെ കീഴൂരിൽ തന്നെയുള്ള ഒരു ടൈലറിങ് ഷോപ്പുണ്ട്. അപ്പം ഞാൻ ആ ചേച്ചീൻ്റെ അടുത്ത് കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണേ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ഇതട്ടാ നന്നായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങിയേ. എനിക്കൊരു നല്ല അബദ്ധം പറ്റി ഗൈസ്. കാരണം ഞാൻ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടെടുക്കാൻ പോയില്ല. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അളവിലുള്ള ബ്ലൗസ് എടുക്കില്ല എന്ന് എനിക്ക് മനസ്സിലാകും കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം തിരിച്ച് വന്ന് ഇനിയിപ്പോൾ വീണ്ടും അളവിനുള്ള ബ്ലൗസും കൂടെ എടുത്തിട്ട് പോകണം. പക്ഷേ ഇപ്പം നല്ല മഴയായതുകൊണ്ട് എന്നാലും പെട്ടെന്ന് പോകാനാവില്ല. മഴയൊക്കെ ചോർന്നിട്ട് പിന്നെ ഒന്നുകൂടെ പോകണം. ചുമ്മാ ഒന്നുകൂടെ നടക്കേണ്ടി വന്നു. രാവിലെ ഇവിടെ ആ പാട്ട് പാടുന്നത് അതിൻ്റെ പേര് രാവിലെ വേടൻ പാട്ട്. വേടനും കാലനും അല്ലേ പാട്ട് പാടുന്നത്? ഇത് വേടനാ വന്നേ.
അത് എനിക്ക് അയക്കല്ലോ. ഇത് ഇപ്പൊ രണ്ട് ആണ്. അത് വേടനും കാലിനും രണ്ട് പാട്ട് ഉം. ഇതിനത്തിന് വരുമ്പോ ഏത് കുരിശേനോ കൽക്കണ്ട മിഥുനത്തിന് വരുമ്പോ മഞ്ഞളും എന്തെങ്കിലും ഒന്ന് കർക്കിടത്തിൽ വരുമ്പോ കറുത്ത് അല്ലേ കറുത്ത കുരിശ് കറുത്ത് മറ്റൊരു ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിക്കില്ല ഇപ്രാവശ്യം വന്നാ ഇപ്രാവശ്യം ഇവിടെ ഇവിടെ വന്നാ ഇവിടെ വന്ന് പാടി അന്നാ അതാ കേട്ടോ ഞാൻ. ഇതെന്റെ സ്പെഷ്യൽ ഉള്ളി ചമ്മന്തി കേട്ടോ. ഇതിന് തേങ്ങ കുറച്ച് മതി. ഇപ്പൊ തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് വെറും ഉള്ളിയും പുളിയും മാത്രം ഇട്ട് ചരക്കാനായിട്ട് പറ്റും. എനിക്ക് ഈ ഒരു ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൂടെ കറിയൊന്നും വേണ്ട. നല്ല ബീറ്റ്റൂട്ട് അച്ചാറ്, ചമ്മന്തി, ചോറ്, ഇത് മാത്രമായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടും, പക്ഷെ ഈ ചമ്മന്തിൻ്റെ കൂടെ കറി കൂട്ടുന്നത് എനിക്കിഷ്ടമല്ല. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇവരാണ് നമ്മുടെ സുന്ദുപൂച്ചയും കറമ്പിപ്പൂച്ചയും. സുന്ദുപൂച്ചേൻ്റെ ശരിക്കുള്ള ഫുൾ നെയിം എന്ന് പറയുന്നത് സുന്ദരൻ എന്നാണേ. അപ്പോൾ ഇവരെ നമ്മളെ വീട്ടിൽ വളർത്തുന്നല്ല, നമ്മളടുത്തുള്ള കുറേ വീടുകളിലായിട്ടാണ് ഇവരിങ്ങനെ കളിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ഇവർ. അമ്മമ്മ വരെ രണ്ടാളും സീരിയൽ കാണുന്ന തിരക്കിലാട്ടോ. സന്ധ്യ ആയാൽ പിന്നെ ഇവർ ടി വിൻ്റെ മുന്നിൽ തന്നെയായിരിക്കേ. ഇതെൻ്റെ അച്ചമ്മയാണ് കേട്ടാ, മറ്റേത് അമ്മമ്മയാണ്. പക്ഷെ ഞാൻ രണ്ടുപേരെ അമ്മമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, അച്ചമ്മ എന്ന് ഞാൻ വിളിക്കല്ല കേട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മമ്മ. അപ്പോൾ അമ്മയാണെങ്കിൽ അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. എനിക്കാണെങ്കിലും വിവേകേട്ടനാണെങ്കിലും ചായനെക്കാട്ടിലും ഇഷ്ടം കാപ്പിയാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പം എപ്പോഴും ഞങ്ങൾക്ക് കാപ്പി തന്നെയാട്ടോ ഉണ്ടാക്കാറ്. ഞങ്ങൾ വരുന്ന കാര്യം നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ കുറേ എണ്ണക്കടികളൊക്കെ കാപ്പിയുടെ കൂടെ കഴിക്കാനായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ചൂട് കാപ്പീൻ്റെയോടൊപ്പം ഇത്തരത്തിലുള്ള എണ്ണക്കടികളൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.